എല്ലാവർക്കും നമസ്കാരം. മിലേനിയം പ്രസൻസ് സെല്ലുലോഡ് ഫാൻസ് മീറ്റിലേക്ക് അവർക്ക് സ്വാഗതം. ഞാൻ അജിൻ വർഗീസ്. മണ്ടൻ എന്ന ആളുകൾ മുദ്രകുത്തി, പിന്നീട് ജിൻഡപ്പനായി, മല്ലയായി, പച്ചയായ മനുഷ്യനായി. ഞങ്ങൾ ഓരോ മലയാളികൾക്കും ഈ ഒരു വ്യക്തി ആരാന്ന് ചോദിച്ചാൽ ഒരേ ഒരു രാജാവ്. സ്വാഗതം ചെയ്യാം ജിൻഡോ. നമസ്കാരം. ഒത്തിരി സന്തോഷം കേട്ടോ. കാരണം ഇപ്പം നമ്മൾ ഒരുപാട് സിനിമാ നടന്മാരെ കൊണ്ടിരുത്തും, എടുക്കും. പക്ഷേ സാധാരണക്കാരന് ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ ഉണ്ടല്ലോ, ആ കിട്ടുന്നൊരു വൈബാണോ, അതാണ് സുഖം. നമ്മൾ കണ്ട ജിൻഡോ ഇതാണല്ലേ. ഒത്തിരി സന്തോഷമായില്ലേ? എന്തൊരു നെഞ്ചിടിപ്പില്ലേ, ഒരു ഇടിവെട്ടി കൊണ്ടുപോലെ. ജിൻഡോ സ്ക്രീനിൽ നിൽക്കുമ്പോൾ ഇടിവെട്ട് ഞങ്ങളുടെ മനസ്സിലായിരുന്നു അല്ലേ, ഞങ്ങളുടെ ഹൃദയങ്ങളിലായിരുന്നു. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഷർദിൽ കോരാൻ പോയി അല്ലേ, അവിടെ നിന്ന് ഒരു സാധാരണക്കാരൻ വന്നത് ബിഗ് ബോസ് വിന്നറായിട്ട്. ആദ്യം തന്നെ ബിഗ് ബോസ് വിന്നറായതിൽ എല്ലാവിധ ആശംസകളും. ഇവർക്ക് എൻ്റെ ശബ്ദമല്ല കേൾക്കണ്ടാണോ? ഇവർ ഇടയ്ക്ക് ചോദിക്കണേ, നീ എന്തിനാണ് ഇത്ര സംസാരിക്കുന്നത്? നമ്മുടെ ജിൻഡപ്പൻ്റെ സൗണ്ട് അവർക്ക് കേൾക്കണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചോദ്യത്തിലോട്ട് പോവാം. ഒരുപാട് കഷ്ടപ്പെട്ടാണ് ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമിൽ വന്നത്. ആദ്യത്തെ ആഴ്ചയിൽ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ജിൻഡോ വിന്നറാകുമെന്ന്. കാരണം ജിൻഡോ ഒരു ഡൗണിലായിരുന്നു ആദ്യം തുടക്കം വിട്ടത്. ഒരു ചായയിൽ നിന്ന് പിന്നെ അങ്ങോട്ട് കത്തി കയറിലായിരുന്നു. അപ്പോൾ എപ്പോഴാണ് തോന്നിയത് ഇനി ഇങ്ങനൊരു ഗെയിമായിട്ട് പോയാൽ ശരിയാവത്തില്ല, എനിക്ക് മാറ്റി പിടിക്കണം തോന്നിയപ്പോഴായിരുന്നു? ശരിക്കും പറഞ്ഞാൽ 2 ദിവസം ഞാൻ അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ മിണ്ടാതിരിക്കായിരുന്നു. പിന്നെ ഒന്നാമത്തിൽ അമ്മയ്ക്ക് തീരെ വയ്യ. അമ്മ അത്യാവശ്യം ബിഗ് ബോസൊക്കെ കാണുന്ന ആളാണെന്ന് എനിക്കറിയായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് ചുമ്മാ വെറുതെ അടിയുണ്ടാക്കി, പ്രശ്നം ഉണ്ടാക്കി. അമ്മയ്ക്ക് തീരെ വയ്യാത്ത പിന്നെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവിടെ തന്നെ ആരെങ്കിലും എന്ത് പറഞ്ഞാലും ഞാൻ ക്ഷമിക്കുന്ന ആളായിരുന്നു. കാരണം കൂടുതലും പ്രശ്നങ്ങൾക്കും കാര്യങ്ങൾക്കൊക്കെ പോകണത്രം എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും ടെൻഷൻ വന്നാൽ അതെനിക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഞാൻ 2 ദിവസം മിണ്ടാതിരുന്നാണ്. 2 ദിവസം മിണ്ടാതിരുന്നപ്പോഴാണ് പിറ്റേ ദിവസം നോമിനേഷനായിരുന്നു. അതായത് നമ്മൾ ഔട്ടാവണമെന്നുള്ള നോമിനേഷൻ. അതിനകത്ത് ഒന്നും ചെയ്യാത്ത തെറ്റിന് എനിക്കൊരു 9 നോമിനേഷൻ കൊണ്ട് തന്നവർ. അതായത് നല്ല ഏറ്റവും ഭൂരിപക്ഷത്തോടുകൂടി ഞാൻ പുറത്തേക്ക് പോകാനുള്ള സാധനം കിട്ടി. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി അമ്മയ്ക്ക് കൊടുത്ത വാക്കൊന്നും വെറുതെ അത് വിട്ടേക്കാൻ പറ്റും. അമ്മയ്ക്ക് എന്ത് വാക്കാണ് പോകാൻ നേരത്ത് കൊടുത്തേ? കാരണം നമ്മൾ ചുമ്മാ അടി ഉണ്ടാക്കൂല, അവിടെ പ്രശ്നം ഉണ്ടാക്കണ്ട, മര്യാദയ്ക്ക് കളിച്ച് പോരാം. ആ ഒരു മൈൻഡായിരുന്നു നമ്മോടും നമ്മളെല്ലാവരോടും പറഞ്ഞുകൊണ്ട് പോകുന്നത്. ഏഷ്യാനെറ്റിൽ സത്യം പറഞ്ഞ് എന്നെ അവിടേക്ക് വിടാൻ പേടിയായിരുന്നു അവർക്ക്. കാരണം ഞാൻ ആരെങ്കിലും പിടിച്ച് ഇടിക്കുമെന്ന് വരുന്നു. ഈ കൈങ്ങോട്ട് ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ പൊന്നൂര് ആണോ? എന്നാൽ നമുക്കങ്ങനെ അവർ കൂടുതൽ ഇൻ്റർവ്യൂ ചെയ്തപ്പോഴും എന്നോട് പറഞ്ഞ കാര്യം അതാ, ജിൻഡോ നീ അവിടെ ചെന്ന് ആരെങ്കിലും പിടിച്ച് ഇടിക്കുമോ? ഞാൻ അവരോട് പറഞ്ഞു, എൻ്റെ പൊന്ന് സാർമാർ, ഞാൻ ഇടിക്കില്ല. പക്ഷെ അവർക്ക് തെറ്റി റോക്കി അല്ല ജിൻഡോ അല്ലേ? പക്ഷെ അവിടെ ചെന്ന് നമ്മൾ ഇടിച്ചു പോട്ടോ, റോക്കി ഇടിച്ചാലൊന്നും പറയാൻ പറ്റില്ല. എൻ്റെ ഇവിടുന്ന് പോയ സിറ്റുവേഷനിൽ ഞാൻ പണ്ടേ ഇടിച്ചേനെ. റോക്കിക്ക് മുമ്പ് ഇടിക്കേണ്ട ആൾ ഞാനായിരുന്നു. ഇപ്പം പറഞ്ഞു റോക്കിയുടെ മുമ്പേ ഞാൻ ഇടിക്കേണ്ടവനാ. പക്ഷെ ഞാൻ ഇടിക്കാഞ്ഞത് അമ്മയ്ക്ക് കൊടുത്ത വാക്കും അതുപോലെ എനിക്ക് പിടിച്ചു നിൽക്കണം എന്നുള്ളൊരു ശക്തിയുമായിരുന്നു. ആ ഒരു കൺട്രോൾ വന്നപ്പോഴായിരുന്നു. എന്താണെന്നറിയോ, നമുക്ക് ഫസ്റ്റ് ആഴ്ച തന്നെ അവർ ഈ 9 നോമിനേഷൻ തന്നു. അപ്പം തന്നെ ഞാൻ വിചാരിച്ച് നമ്മുടെ എമിന് വെച്ച് ആദ്യം തന്നെ ചായ ഇട്ടായിരുന്നു രാവിലെ. അപ്പോൾ ചായ ഇട്ടപ്പോൾ ഞാൻ വിചാരിച്ച് ഈ ചായ കൊള്ളില്ലല്ലോ, നമുക്ക് ഇതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാമെന്ന് ചോദിച്ചാൽ മര്യാദയ്ക്ക് ഞാൻ എണീറ്റതാ. അപ്പോൾ ചേച്ചി ഭയങ്കര ഇതിനകത്ത് പാവം ചേച്ചിയാട്ടോ, എമിന് ചേച്ചി ഭയങ്കര പാവം ചേച്ചിയാണ്. കാരണം ചേച്ചി ഞാൻ ആരെ ചായ ഇട്ടെ എമിന് ചേച്ചി ഭയങ്കര ഇതിൽ ഞാനാ ചായ ഇട്ടെ പറഞ്ഞത്. ഭയങ്കര സ്നേഹത്തിൽ ഞാൻ നല്ലത് പറയുന്നത് വെച്ചിട്ടായിരിക്കും ചേച്ചി. പക്ഷെ ഞാൻ എണീറ്റ് വഴി ഈ ഊള ചായ ആരായിട്ടെന്ന് ചോദിച്ചു. ചേച്ചി ചങ്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമായിപ്പോയി. പിന്നെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. കാരണം ചേച്ചി പിന്നെ എന്നെയും കൊണ്ട് ചേച്ചി പവർ റൂമിലായിരുന്നു. പവർ റൂം എന്ന് പറഞ്ഞാൽ അവിടുത്തെ അറിയാലോ, അവിടുത്തെ സർവ്വാധികാരമാണ്, അവർക്ക് നമ്മളെ എന്തും ചെയ്യിപ്പിക്കാം. അപ്പോൾ ചേച്ചിക്ക് എന്നെയും കൊണ്ട് ബോഡി ഷോ എടുത്ത് ചായ ഇടണം എന്നുള്ള ഇതായി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങൾ ബോഡി ഷോ എടുത്താണെങ്കിൽ ഇവിടെ പാൻറ്റീസ് ഇട്ടിട്ടെങ്കിലും ബോഡി ഷോ എടുത്താൽ അത് മതിയെന്ന് വെച്ച്. അപ്പോൾ തന്നെ അവിടെ റോങ് അടിച്ച്. എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും പറയാറുണ്ടായില്ല, വായ തോന്നിയതൊക്കെ കൊണ്ട് അലക്കിയാൻ. പിന്നെ അത് കഴിഞ്ഞ് ഈ പ്രശ്നത്തിൽ തന്നെ ചേച്ചിക്ക് ഞാൻ ഭയങ്കരമായിട്ട് ചീത്തയായിട്ട് വിളിച്ച കുറച്ച് വേർഡുകൾ വിളിച്ചു. അതെനിക്ക് ബാഡ് അടിച്ച്. എനിക്ക് മനസ്സിലായി ബാഡ് അടിച്ചെന്ന്. പക്ഷേ എന്നെ പേഴ്സണലായിട്ടും ചേച്ചിയും കൂടി വിളിച്ചിട്ട് ചേച്ചി ആ യമുനേച്ചി അവിടെ ഉണ്ടായി, ആ ചേച്ചി എനിക്ക് മാപ്പ് തന്നില്ല എങ്കിൽ ആ ഫസ്റ്റ് വീക്ക് ഞാൻ അവിടുന്ന് പുറത്തു കൊണ്ടാണ്. പക്ഷെ ജനങ്ങൾ സമ്മതിക്കത്തില്ല ജിൻഡോ. ജനങ്ങൾ സമ്മതിച്ചില്ലെങ്കിലും ആ ചേച്ചീനെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു.
യമുനേച്ചി ലവ് യു. അപ്പോൾ ചേച്ചിക്ക് ഒരു കൈയടി. കാരണം യമുനേച്ചി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് ബിഗ് ബോസിനോട് പറഞ്ഞു ജിൻ്റെ ഒരു പാവാണ്. അത് ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ജിൻ്റെ ഒരു പാവാണ്, ജിൻ്റെ വിട്ട് വാക്ക് പറഞ്ഞു പോയതാണ്, ജിൻ്റെയോട് എനിക്ക് കുഴപ്പമൊന്നുമില്ല, ക്ഷമിക്കാം, അല്ലെങ്കിൽ അത് എനിക്ക് അവരുടെ ഒരു പ്രശ്നമായതിനെ ചിലപ്പോൾ മേ ബി അങ്ങനത്തെ ചീത്ത വേടും മതി എന്നെ അവിടെ നിന്ന് പുറത്താക്കാൻ. നിങ്ങൾ സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിൽ അവിടെ കുറേ റൂളുകളുണ്ട്. ആ റൂളിനോട് ചിലപ്പോൾ ഞാൻ പുറത്തായി പോകേണ്ട ഒരു വ്യക്തിയായിരുന്നായിരിക്കാം, മേ ബി, എനിക്കറിയില്ല. പക്ഷേ ആ ചേച്ചിയോട് എനിക്ക് തീർത്ത കടപ്പാടുണ്ട്. ഇപ്പോൾ ആ ചേച്ചി സ്നേഹിച്ച കഥ പറഞ്ഞപ്പം തന്നെ നിങ്ങളൊരു അണ്ണൻ തമ്പി കോംബോ ഉണ്ടായിരുന്നു. അത് ഓഡിയൻസ് പറയാനായിരിക്കും. അണ്ണൻ തമ്പി കോംബോയിലോട്ട് വന്നത് എങ്ങനെയായിരുന്നു? അത് എന്താണെന്നറിയോ, നമ്മൾ ആരും പ്ലാൻ ചെയ്ത് അവിടെ ചെന്നിട്ട് നമ്മളൊരു കോംബോ എടുത്താൽ ശരിയാവില്ല. കാരണം മനസ്സിലാവും നമുക്ക്. കാരണം മലയാളീസ് എല്ലാവരും ചോറെല്ലാം ഉണ്ട്, അവർക്ക് എല്ലാവർക്കും മനസ്സിലാവും. പക്ഷെ ഞങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഫസ്റ്റ് ഗെയിമിൽ തന്നെ ബോൾ പറക്കണം, ക്യാപ്റ്റൻസിക്കുള്ള ബോൾ പറക്കണ സാധനത്തിലായിരുന്നു. അപ്പോൾ നമ്മുടെ ചങ്ക് ഇപ്പോൾ ദേശേട്ടൻ എവിടെ നിന്നോ വന്നിട്ടാണ് ലാസ്റ്റ് പറയണത്, എടാ ഞാൻ ജിൻഡോയുടെ ബ്രോയ്ക്ക് ബോളൊക്കെ ഇട്ടുതരാണ്. കാരണം അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം ജയിക്കില്ല, ഞാനുണ്ട് കുറച്ച് വിജയിച്ച് നിൽക്കണേ, എന്നാൽ അത് മൊത്തം എനിക്ക് തന്നേക്കാം. ആ മനസ്സ്, താങ്ക് യു. ഞാൻ ആ മനസ്സ് വന്നിട്ട് എൻ്റെ ബോളിലേക്ക് ഇട്ടിട്ടും അടുത്തേക്കുന്ന ആൾക്കാരോടും പറയാണ്, ഇനി ബോളൊക്കെ ആ ചേട്ടൻ ഇട്ട് കൊടുക്കുക, ആ ചേട്ടൻ ഇട്ട് കൊടുക്കുക, ആൾ ചേട്ടൻ ഇട്ട് കൊടുക്കുക. വേറെ ആരും തന്നില്ല, ആ ചേട്ടൻ മാത്രമേ തന്നുള്ളൂ. എങ്ങനെയൊക്കെയോ ഒരു ബോണ്ടിങ് ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു. ആദ്യം ആ ബോളിൻ്റെ ടാസ്ക് എന്ന് പറഞ്ഞില്ലേ, ആ ബോളിൻ്റെ ടാസ്ക് അന്ന് എന്നും പ്രേക്ഷകർ വെറുതെ അല്ല, ഇരിക്കുന്ന സാധനം ഉണ്ടല്ലോ കപ്പ്, അതെന്റെ ജിൻഡപ്പന് കൊടുത്തത് എന്റെ മല്ലയ്ക്ക് കൊടുത്തത് വെറുതെ അല്ല, അർഹതപ്പെട്ടവന് തന്നെ കൊടുത്തു. ഒരു മാറ്റം അതിൻ്റെ അകത്തില്ല. ആ ഇരിക്കുന്ന കപ്പ് നന്മയുടെ വിജയമാണ്, ഒരു സാധാരണക്കാരന്റെ വിജയമാണ്. സത്യം പറഞ്ഞ ജിൻഡപ്പന് ഈ കപ്പ് കിട്ടിയില്ലായിരുന്നുണ്ടല്ലോ, ഇവിടെ ഒരു വിവാദം പൊട്ടിയനെ. എന്നോട് ഒരാൾ പറഞ്ഞു ജിൻഡപ്പന് കപ്പ് തന്നില്ല കേരളം കത്തിയനെന്ന്. എന്തോ ആൾക്കെന്തോ പറയണ്ട, മൈക്കൊന്ന് കൊടുക്കുവോ? ഏഷ്യാനെറ്റിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആഫീസ് പൊട്ടണ ഒരു അവസ്ഥയായിരുന്നു. എല്ലാവരും ഒത്തിരി കമൻറ്റ് ഞാൻ വായിച്ചിട്ടുണ്ട്. ഏഷ്യാനെറ്റിനോടുള്ള ഒരു വിരോധമായി മാറിയാണ്. ഏഷ്യാനെറ്റ് കേബിൾ വരെ കട്ട് ചെയ്യണമെന്നും അങ്ങനെയൊക്കെയുള്ള ഡയലോഗുകൾ ഞാൻ കുറേ ഇതിനകത്ത് വായിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇനി തിരിച്ച് മടങ്ങി വരുമ്പം ആളുകൾ മണ്ടൻ എന്ന് വിശേഷിപ്പിച്ച് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ശരിക്കും ജിൻഡോ എല്ലാവരും അവിടെ ഉള്ള ആൾക്കാരെ മണ്ടനാക്കിയത്. അല്ല, അവരൊക്കെ നല്ല ഗെയിമേഴ്സ് ആയിരുന്നു. അല്ല അതൊക്കെ ഗെയിമേഴ്സ് ആണ്, നമുക്ക് നല്ല ഗെയിമേഴ്സ് ആയിരുന്നു. ഞാൻ തന്നെ മണ്ടൻ. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ലേ മണ്ടനായോണ്ടല്ലോ ഇവിടെ ഉദ്ദേശിക്കണേ. നമ്മൾ അംഗീകരിക്കാണ്, നമ്മളെല്ലാം അംഗീകരിക്കുമ്പോൾ നമുക്ക് വിജയങ്ങൾ കൂടുതൽ കിട്ടുള്ളൂ. പൊതുവെ ആൾക്കാർ പറയാണ്ടല്ലോ ജിമ്മന്മാരൊക്കെ മണ്ടന്മാരാണ്, ആ ശരീരമേ ഉള്ളൂ, ആ ശരീരമേ ഉള്ളൂ, അവരൊക്കെ മണ്ടന്മാരാണ്. അപ്പം ഞാൻ വിചാരിച്ച് ശരിയായിരിക്കും, ഞാൻ മണ്ടനായിരിക്കും അല്ലേ എന്ന് മനസ്സിൽ ഞാൻ വിചാരിച്ച്. പിന്നെ ഞാൻ വിചാരിച്ച് നീ മണ്ടത്തരായില്ല ഇവിടേക്ക് വന്നത്. നിങ്ങളൊന്ന് ആലോചിക്ക്, ഇപ്പം ഈ വേദിയിലിരിക്കുന്ന ഓരോരുത്തർക്ക് ഈ ടാഗ് ആർക്കാണ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ച് നിങ്ങളെല്ലാവരും ഒരു വ്യക്തിക്ക് മാത്രം മണ്ടൻ എന്നുള്ള ടാഗ് കുത്തിയാൽ ആ വ്യക്തിയുടെ അവസ്ഥ എന്തായിരിക്കും? തകർന്നു പോകും. നിങ്ങൾ അത്രയും മാത്രം ചിന്തിച്ചു നോക്കി. ഇപ്പം ഇദ്ദേഹത്തിനെയാണ് നമ്മൾ മണ്ടെന്ന് ടാഗ് കുത്തുന്നത്, ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അല്ല ഓൾറെഡി കുത്തിയല്ലോ, ഇനി അല്ല ആലോചിക്ക്, അവിടുന്ന് തളർന്നു പോണ്, അവിടുന്ന് പിന്നെ തിരിച്ച് പിടിച്ചതപ്പോളാ. ആ മണ്ടസ്ഥാനം തന്നെങ്കിലും എനിക്ക് അദ്ദേഹം കുറച്ച് മോട്ടിവേഷൻ തന്നു ജയിലിൽ കിടന്നപ്പോൾ. അളിയാ നമുക്ക് അടുത്താണ് കുറച്ച് തമാശയൊക്കെ പിടിക്കാം, നമ്മളിങ്ങനെ നിന്നിട്ട് കാര്യമില്ല, അതുമ്പോൾ പിടിച്ചാൽ തുത്തുരു എന്ന് പറഞ്ഞു ഞങ്ങൾ തുടങ്ങിയതാണ് അല്ലേ? സത്യമല്ലേ? അവിടെ നമ്മളങ്ങ് തുടങ്ങിയതാ. നമ്മളൊന്നും ഉറങ്ങിയിട്ടില്ല. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ജയിലിൽ വിട്ട് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ചേച്ചിനെ ചെയ്ത് വിളിച്ചിട്ടാണ്. പക്ഷേ അയാൾ ജയിലിൽ വിട്ട് എന്തിനാ വെച്ചാൽ എനിക്കറിയില്ല. സത്യം ആദ്യം കിട്ടിയ ആ മണ്ടൻ അവാർഡിൽ നിന്നാണ് പിന്നെ വിന്നറായത്. അപ്പോൾ അവിടെ നമുക്കത് കണ്ടാലോ? അത് കാണിക്കാതിരിക്കുന്ന മോശമല്ലേ? ആ യെസ്, ഇത് ഞാൻ കണ്ടത് എവിടെ നിന്ന് അടിച്ചു മാറ്റി. സത്യം പറഞ്ഞ ഇത് ആരെ കൊണ്ടു കൊടുത്തവിടെ? നീയണാ അടമുത്തേ. ഇതെന്റെ ആവശ്യകത ഉണ്ടോ? കാരണം ഇതാണ് മോട്ടിവേഷൻ. നിങ്ങൾക്കുള്ള എല്ലാം മോട്ടിവേഷൻ ഇതാണ്. ജാൻമണിക്ക് ഉറപ്പായിരുന്നു ജിൻഡോ കപ്പടിക്കുമെന്ന്. കാരണം ബിക്കോസ് ആ വീട്ടിലെ എല്ലാവരും ഗെയിം കളിക്കും, മൊത്തം കള്ളത്തര പറയും. ഓരോ ആളും അവരെ സപ്പോർട്ട് ചെയ്യില്ല. ഓരോ ആള് എന്താ അറിയല്ലോ, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടോ? ഓരോ റെസ്പെക്റ്റ് പറഞ്ഞ ഒരു സാധനം ആ വീട്ടിലെ ഓരോ ആള് എത്ര ആൾക്കാരുണ്ട്, ഓരോ ആൾ റെസ്പെക്റ്റ് പറഞ്ഞ ഒരു സാധനം ഓരോ പേഴ്സൻ്റെ പോലെ തന്നിട്ടില്ല.
സോ എനിക്ക് ഉറപ്പ് 100% ഉണ്ട്. പക്ഷേ ഞാൻ പുറത്തേക്ക് വന്നിട്ട് എനിക്ക് മനസ്സിലായി ജിൻഡോ ചേട്ടൻ്റെ എത്ര ഫാൻസ് ഉണ്ടോ, അത്ര സപ്പോർട്ട് ഉണ്ടോ. കാരണം ഒരു ആൾ ജെന്യുവൻ ആണ്, അത് കാണാൻ പറ്റും. നമുക്ക് ഉള്ളിലേക്ക് വന്ന ടൈമിൽ കുറേ ആൾക്കാർ ഡിഗ്രി ചെയ്യുന്നതിനെ പറ്റി കുറേ ശ്രമിച്ചു, പക്ഷേ മേലേക്ക് ഒരു ആളുണ്ടോ. പക്ഷേ എത്ര ആൾക്കാർ ഇത് സ്നേഹം പ്രാർത്ഥന ഒരിക്കലും പോയില്ല. അത് അതിൻ്റെ ആണ് റിസൾട്ട് ചെയ്ത. അപ്പം നമുക്ക് വേണ്ടി ആ ജിൻഡോ ചേട്ടൻ ഒന്നുകൂടെ ഒന്ന് വിളിക്കാവോ? വാ. പക്ഷെ ആ വീട്ടിലെ അല്ല ജിൻഡോ ചേട്ടാ, ആ വീട്ടിലെ ആരോ പറഞ്ഞില്ല ജിൻഡോ ചേട്ടാ കേൾക്കില്ല. ഞാൻ അവിടെ ജിൻഡോ ചേട്ടാ വാ ഒരു സിഗരറ്റ് വിളിക്കാം. ഇങ്ങനൊന്നും വലിക്കല്ലേ. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് കേൾക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ക്രൂ സംസാരിക്കുന്നത് കേൾക്കാനോ അല്ല ആളുകൾ വന്നേക്കുന്നത്. അവർക്ക് ജിൻഡോ ചേട്ടനോട് കുറേ സംസാരിക്കാനുണ്ട്. അപ്പം നിങ്ങളിലേക്ക് ഇവരിലേക്ക് പോവാം. അപ്പം ആദ്യം ആരാ സംസാരിക്കുന്നത്? ജിൻഡോ, കൺഗ്രാറ്റ്സ്. താങ്ക് യു. എനിക്ക് ഏറ്റവും കൂടുതൽ കുറച്ച് ഒരു കോമഡി ആയിട്ട് തോന്നിയത് ജാൻമണിയുടെ മുറുക്കിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് വളരെ ഇവനെ ഒരു മുറുക്കിൻ്റെ കേസ് പറഞ്ഞ് ജാൻമണിക്ക് മുറുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാതെ അവിടെ കിടന്നിങ്ങനെ മെഴുകണത് കണ്ടപ്പോൾ വളരെയധികം ഹാപ്പി ആയിട്ട് പോയി. പേരെന്തോ ഒന്ന് പരിചയപ്പെടുത്താം. പേര് പാർവതി. ജിൻഡോ ചേട്ടനോട് ഞങ്ങൾക്ക് ചോദിക്കാനല്ല, ഞങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ളത്, ഞങ്ങൾക്ക് പറയാനാണുള്ളത് ഒരുപാട്. ഉറപ്പായിട്ടും ഗബ്രി, അർജുൻ, റസ്മിൻ എല്ലാവരും കൂടി അവിടെ ഇട്ടൊരു കുറച്ച് ഇൻസൾട്ട് ചെയ്തായിരുന്നു. ഗബ്രി പറഞ്ഞായിരുന്നു ഉളുപ്പുണ്ടോടാ ജിൻഡോ, ഉളുപ്പുണ്ടോടാ. അന്ന് കുറച്ച് പേരെ വെറുക്കുകയും ചെയ്തു. അന്ന് ശരിക്കും ജിൻഡപ്പനെ ഞങ്ങൾ മനസ്സിൽ കയറ്റുകയും ചെയ്തു. PR വർക്കാണ് പറയുന്നവരോട് എന്താണ് പറയാനുള്ളത് പാർവതിക്ക്? PR വർക്ക് എന്ന് പറയുന്നവരോട് പോയി പോയി പണി നോക്കാനാണ് പറയാൻ തോന്നുന്നത്. പോയി പോയി പണി നോക്കാൻ. ഞങ്ങൾ ഒരു PR വർക്കും അല്ല. ഞങ്ങൾ സത്യം പറഞ്ഞാൽ എന്നെ തിരുത്തിയിട്ടാണ് ജിൻഡപ്പൻ വന്ന് ഇവിടെ ഇരിക്കുന്നത്. കാരണം ഞാൻ അത്ര ക്ലോസ് ഫ്രണ്ടൊന്നും അല്ല, എനിക്ക് അറിയാമായിരുന്നേ ഉള്ളൂ. പക്ഷേ ഞാൻ അന്ന് കൊടുത്തുവിടാൻ വേണ്ടി ഒരു ചെറിയൊരു സമ്മാനം വാങ്ങിച്ചു. കാരണം ചെറുതെ കൊടുത്തുവിടാൻ പാടുള്ളൂ എന്ന് അന്ന് തൊട്ട് ഞാനിത്. അപ്പം നമുക്കതങ്ങ് കൊടുത്താലോ? ഇവിടെയുള്ള കുഴപ്പം എന്താണെന്നറിയോ? എനിക്ക് എല്ലാവരും അറിയാം, പക്ഷെ എല്ലാവരും പേര് മറന്നുപോയി. പേര് മറന്നുപോയി. ആ, ഇപ്പോൾ ഇവരോട് തന്നെ ചോദിച്ച ചോദ്യമല്ലേ PR ചെയ്തിട്ടാണോ ഞാനിവിടെ എത്തിയെന്ന്. അങ്ങനെയാണ് ഈ കേരളത്തിലെ എല്ലാ മനുഷ്യരും PR ചെയ്തിട്ടുണ്ടോ അല്ലേ? എല്ലാവരും എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം എനിക്ക് വേണ്ടിയിട്ട് ഒരു 10 വട്ടെങ്കിലും ചോദിച്ചിട്ടുണ്ടാവും. 10 ഡോക്ടേഴ്സ് പോകും, ഉണ്ടോ? ഞാൻ ഹോസ്പിറ്റലിൽ മൊത്തം ചോദിച്ചിട്ടുണ്ടാവും. എന്തായോണ്ടാ? എൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ടാണ്. സെയിം തന്നെ നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സിനോടും എനിക്ക് വേണ്ടി വോട്ട് ചോദിച്ചിട്ടില്ലേ? അപ്പൊ കേരളത്തിലെ എല്ലാ മക്കളും എനിക്ക് വേണ്ടി PR ചെയ്തിട്ടുണ്ടല്ലേ? PR ചെയ്തിട്ടുണ്ടാവും, തീർച്ചയായിട്ടും ചെയ്തിട്ടുണ്ടാവും. അപ്പൊ എല്ലാ മക്കൾക്കും കൈയടിയാം. PR ചെയ്ത എല്ലാ മക്കളും കൈയടിയും. അപ്പം താങ്ക് യു പാർവതി. ജിൻഡപ്പൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ ബലം അല്ലെ എന്നെ ഞാനാക്കിയത് എൻ്റെ അമ്മയാണല്ലേ. അപ്പം അമ്മയിലേക്ക് നമുക്ക് പോവാം. അമ്മേ നമസ്കാരം. നമസ്കാരം. ഒത്തിരി സന്തോഷം തോന്നുന്ന നിമിഷം അല്ലേ? ഇപ്പം ആള് തന്നെ പറഞ്ഞു നാട്ടിലാണെങ്കിലും അല്ലെ പുറത്തിറങ്ങാനാണെങ്കിലും കുറേ ആൾക്കാരുടെ അവസരം ചോദിച്ച് കിട്ടിയില്ല. ഇന്ന് ആ മകൻ ഇന്നിവിടെ വന്ന് ഇത്രയും ജനങ്ങളുടെ മുന്നിൽ ഇരിക്കുമ്പോൾ അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? വലിയൊരു നിലയിലെത്തിയതിന് എനിക്ക് ഒരുപാട് നന്ദിയാണ് പറയാനുള്ളത്. ദൈവം തന്ന അനുഗ്രഹം നാട്ടുകാരും ജനങ്ങളും പ്രേക്ഷകരും എല്ലാം വോട്ട് ചെയ്ത് ആണ് വിജയിപ്പിച്ചത്. നാട്ടുകാരുടെയും ജനങ്ങളുടെയും പ്രേക്ഷകരുടെയാണ് ഈ വിജയം, ഞങ്ങളുടെ മാത്രമല്ല. നാട്ടുകാരുടെ പ്രേക്ഷകരുടെ വിജയമാണ് ഞങ്ങളുടെയും വിജയം. അമ്മ ഇപ്പോൾ ഓരോരുത്തർ പറയും ജിൻഡോ ഞങ്ങൾക്കറിയാം, പക്ഷേ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരേക്കാൾ ജിൻഡോ എന്താണെന്നും ജിൻഡോ ഇവിടം വരെ പോകുന്നു അറിയുന്നൊരു വ്യക്തിയാണ് അമ്മയും അപ്പയും അല്ലേ? അപ്പം ജിൻഡോ ഇന്ന് ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പുള്ള ജിൻഡോയുടെ കഷ്ടപ്പാടുകൾ, യാത്രകൾ എന്തൊക്കെയായിരുന്നു? ഒത്തിരി കഷ്ടപ്പാടുകളുടെ കുഞ്ഞു പ്രായം മുതൽ കഷ്ടപ്പെട്ട് എന്നെ വളർന്നു എന്താ കുടുംബം നോക്കാനും എല്ലാ കാര്യത്തിലും കുടുംബത്തിലെ കാര്യങ്ങളിൽ ഇടപെടാനും എല്ലാത്തിനും എല്ലാ ബന്ധുക്കളോടായാലും അയൽക്കാരോടായാലും നാട്ടുകാരോടായാലും സഹകരിക്കാനും എല്ലാം നല്ലൊരു മോനായിരുന്നു. അപ്പ ഒരു നല്ലൊരു പാട്ടുകാരനാണ്. ഒരു പാട്ട് കേട്ടാലോ? അപ്പച്ചൻ 2 അടിച്ചെന്ന് തോന്നുന്നു ഇരിപ്പേണ്ടത്. ഒരു 2 വരി വേണമെങ്കിൽ പാടാം. 2 വരി മതി. അപ്പൻ അടിച്ചാലും കുഴപ്പമില്ല, ധൈര്യമായിട്ടും പഠിക്കും. പാവാട പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ താമരമുത്തായിരുന്നു നീ, ഒരു താമരമുത്തായിരുന്നു നീ.
ദാവിനി പ്രായത്തിൽ പാതി വീരിഞ്ഞു നീ പൂഞ്ചോല പരുവത്തിൽ പൂവായി കവിത തുളുമ്പുന്നതേനായി. സൂപ്പർ. അപ്പയ്ക്ക് എന്തുവാ ജിൻഡോയെ പറ്റി പറയാനുള്ളേ? എനിക്ക് പറയാനുള്ളത് ഈ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച എല്ലാവരോടും നന്ദി. 70 വയസ്സ് കഴിഞ്ഞ അപ്പൻ്റെ എനർജി ഇല്ലേ, അതാണ് എനിക്ക് കിട്ടിയതെന്ന് തോന്നുന്നു. അച്ഛൻ്റെ കഴിവ് പാട്ട് ജിൻഡോയ്ക്ക് കിട്ടിയിട്ടുണ്ടോ? പാട്ട് ഞാൻ പാടി നിങ്ങൾ ഇവിടുന്ന് ഓടും. അപ്പൊ 2 വരി ജിൻഡോ പാടട്ടല്ലേ? കണ്ട ചിരിക്കുന്ന കാണാനഴകുള്ള കസ്തൂരി മണമുള്ള പെണ്ണെ, എൻ്റെ കണ്ണിൻ്റെ കണ്ണായി കാലം കഴിച്ചൊരു കാലിൽ കുലസിട്ട പെണ്ണെ, കലബില കലബില ഓരോന്ന് ഒന്നായി ഓടി നടക്കുന്ന പെണ്ണെ, കണ്ണിന കൊണ്ടു കടുകു വറക്കുന്ന കാന്താരിയായൊരു പെണ്ണെ, സ്നേഹത്തിനാർത്തിയ ചാരയണഞ്ഞിടും സ്നേഹം തരാത്തൊരു പെണ്ണെ, എന്നുടെ ബാഹ്യമാം രൂപം ഭയന്നിട്ട് ചാരയണയാത്ത പെണ്ണെ. ഇനിയും പാടിയെങ്കിൽ ശ്വാസം മുട്ടും. സൂപ്പർ. ഈ പാട്ട് ജിൻഡപ്പൻ ഉണ്ടാക്കിയ പാട്ടാ. ആ, നിങ്ങൾ വേറെ കേട്ടിട്ടുണ്ടോ പറഞ്ഞേ? ഞാനതേ ഈ ലാസ്റ്റ് തവണ പോയില്ലേ, അപ്പം ഞാൻ ജിൻഡപ്പൻ്റെ അടുത്ത് പറഞ്ഞു പാട്ട് ഗംഭീരമായിട്ടുണ്ട്. അത് ഏതറ പാട്ട്? നിന്റെ കയ്യിലല്ലേ ഉണ്ടാവുള്ളൂ, എൻ്റെ കയ്യിൽ ഇതുണ്ടെന്ന്. അവൻ ഉണ്ടാക്കിയ പാട്ടാണത്. ഈ മുന്നിലിരിക്കുന്ന നേഹ റോസിനെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് ഞാൻ വിളിച്ചു. അങ്ങനെ നേഹയുടെ കൂടെ ജിൻഡോ വന്നു. ജിൻഡോ എൻ്റെ കൂടെ സെൽഫി എടുത്തു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാനിതുപോലെ ജിമ്മിൽ ആളാണ്, അജിൻ്റെ വണ്ണം കുറയ്ക്കണം, വയറ് ചാടിയിട്ടുണ്ട്, അജിൻ എൻ്റെ ജിമ്മിയോ 1 രൂപ പോലും തരണ്ട, അജിൻ വീഡിയോ ഇട്ട് തന്നാൽ മതി. അല്ലെ ആ ഒരു സ്നേഹം കൊണ്ട് എന്നെ വിളിച്ചു. അപ്പം ഞാൻ ആ വ്യക്തികളുടെ പേര് പറയുന്നില്ല, എൻ്റെ കൂടെയുള്ള 2 പേര് പറഞ്ഞു ജിൻഡോ പോയതിന് ശേഷം, എടാ അവൻ തള്ള, നീ മൈൻഡ് ചെയ്യണ്ട. അപ്പോഴും ഞാനൊരു മെസ്സേജ് ഇട്ടു, ബ്രോ എനിക്ക് ജിമ്മി പറഞ്ഞു എനിക്ക് വയറ് മാത്രം ഒന്ന് കുറയ്ക്കണം, അതെന്ത് ചെയ്താൽ കുറയുന്നില്ലെന്ന്. അപ്പം പറഞ്ഞു ധൈര്യമായിട്ട് കയറി പോരടാന്നാണ് പറയുന്നത്. പിന്നെ എനിക്ക് പോകാൻ പറ്റിയില്ല കേട്ടോ. അത് ആൾ പറഞ്ഞ സ്നേഹക്കുറവോ അല്ല അവർ പറയുന്നത് കേട്ട് തള്ളാമെന്ന് വിചാരിച്ചല്ല. പിന്നെ എനിക്ക് പോകാൻ പറ്റില്ല, കാരണം എൻ്റെ സ്വഭാവം വെച്ച് 2 ദിവസം ജിമ്മിൽ പോവും, പിന്നെ ദേഹത്തിന് വരവ്, അത് നിർത്തി. അത് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടത് ഞാൻ ആഗ്രഹിച്ച പ്ലാറ്റ്ഫോമിലെ ടോപ്പ് ജിൻഡോ. ഞാൻ അന്ന് മനസ്സിലാക്കിയൊരു വലിയ പാഠം, നമുക്ക് ഈ ലോകത്ത് ആരെയും വിലയിടാൻ പറ്റത്തില്ല. എൻ്റെ ലൈഫിൽ പഠിച്ചൊരു കാര്യം. ജിൻഡോ അതിനെപ്പറ്റി ഒന്ന് പറയാമോ? അതായത് ഇദ്ദേഹം ബിഗ് ബോസിലേക്ക് സെലക്ഷൻ ആയെന്നാണ് ഞാൻ കേട്ടത്. ആണോ? വല്ല സത്യസന്ധത ഉണ്ടായിരുന്നു? ഇപ്പം പറ. ഉണ്ട്. വേണ്ട, ഞാൻ പറഞ്ഞില്ലേ, കാരണം ഞാൻ ഇവിടുന്ന് പോയേക്കണ 19 തലയല്ല 25 തലയും ഞാൻ പഠിച്ചിട്ട് പോയെ. ഇദ്ദേഹത്തിൻ്റെ തലയും ഞാൻ പഠിച്ചായിരുന്നു. വേണ്ട, സത്യമല്ലേ? കാരണം എനിക്ക് കിട്ടിയ ന്യൂസിനകത്ത് ഇദ്ദേഹം ബിഗ് ബോസിൽ സെലക്റ്റഡ് ആയിരുന്നു. അദ്ദേഹം വന്നില്ല. വന്നായിരുന്നെങ്കിൽ ഇദ്ദേഹമായിട്ട് ഞാൻ അടി ഉണ്ടാക്കിയാണ്. ജോജു ജോർജുമായിട്ട് എത്ര നാളത്തെ ബന്ധമുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞത് ശരിയായിരുന്നോ? ഞാൻ ട്രെയിൻ ചെയ്യിപ്പിക്കണം, ജോയിച്ചേട്ടൻ പറയണം എപ്പോഴും. ഞാൻ ചെയ്തതിന് എപ്പോഴും ജോയിച്ചേട്ടനോട് ചാൻസ് ചോദിക്കായിരുന്നു. ജോയിച്ചേട്ടാ നമ്മുടെ കാര്യമില്ലതായോ ചോദിക്കുമ്പോൾ പറയും, ഞാൻ നിനക്ക് ചാൻസ് തരും, അത് തരണത് ഒരു 1.5 തരലായിരിക്കും. അവിടെ വന്നിട്ട് ജോയിച്ചേട്ടൻ പറഞ്ഞു, ജോയിച്ചേട്ടൻ ഇപ്പോൾ ചെയ്ത മറ്റേ പണി എന്ന് പറഞ്ഞ പടത്തിനകത്ത് ഞാൻ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഇങ്ങോട്ട് പോകുന്ന കാരണമാണ് അത് കട്ടായിപ്പോയേ. പക്ഷെ ഞങ്ങൾ അറിഞ്ഞൊരു കാര്യം, ഒരു സിനിമയിലോട്ട് ജിൻഡോ കാലെടുത്ത് വെക്കാൻ പോകും, ശരിയാണോ? അങ്ങനെയൊക്കെ ഞാൻ കേട്ടു. അറിയില്ല സത്യം എന്താന്ന്. അതും ജോയിച്ചേട്ടൻ്റെ പടത്തിൽ തന്നെ? അത് ഞാൻ പറയില്ല ഇപ്പം, അത് ജോയിച്ചേട്ടൻ പറയണം. എനിക്ക് ജോയിച്ചേട്ടൻ തന്നെ എൻ്റെ ചങ്കാണ്. ആ ജോയിച്ചേട്ടൻ്റെ വായെന്ന് കേൾക്കണം, ഞാനത് പുറത്ത് പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പം അതിനെല്ലാവിധ ആശംസകളും. നമ്മൾ ഇത്രയും സംസാരിച്ചപ്പോഴും ഒരു മധുരം കഴിക്കാതെ എന്താ ആഘോഷം? അപ്പോൾ നമുക്കൊരു കേക്ക് കട്ടിങ്ങിലോട്ട് പോയാലോ? അപ്പോൾ അതിന് പ്രത്യേകം അമ്മ പപ്പ എല്ലാവരും ക്ഷണിക്കണം. ബിഗ് ബോസ് പോലെ വലിയൊരു പ്ലാറ്റ്ഫോമിൽ വിജയിച്ച് ഇവിടം വരെ എത്തിയ ജിൻഡോയ്ക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. ഈ കേക്ക് കട്ടിങ് ഞങ്ങൾ ഇവിടെ ഇത്രയും പേര് നിൽക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ പൂർണ്ണ ക്രെഡിറ്റ്സ് നിങ്ങൾക്കാണ്. അപ്പം നിങ്ങളുടെ സംഭവത്തോടെ കേക്ക് കട്ട് ചെയ്യട്ടെ, അടിച്ച് കയറി വാ.
ഉത്തരം ചെയ്യാത്ത ജിൻഡോയെ കള്ളനാക്കിയ ഒരു സിറ്റുവേഷൻ ഉണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടാലോ? എല്ലാവരും കൂടിയിട്ട് പറഞ്ഞ കാര്യമാണ്, ഞാൻ ശരണ്യയുടെ മുടിയെ പിടിച്ച് വലിച്ചു എന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു, ചിലപ്പോൾ ഇനിയും എൻ്റെ ആ ആവേശത്തിൽ ചിലപ്പോൾ വലിച്ചിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. കാരണം ഞാൻ വലിച്ചിട്ടില്ല, എൻ്റെ മൈൻഡിൽ ഞാൻ വലിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എല്ലാവരോടും പറഞ്ഞു ഞാൻ വലിച്ചിട്ടില്ല. പക്ഷേ ഇനി എൻ്റെ മൈൻഡ് എങ്ങനെ ഔട്ടായി പോയിട്ട് ഞാൻ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും, സോറി. ഞാൻ എല്ലാവരോടും പറഞ്ഞു, ശരണ്യോട് പ്രത്യേകം പറഞ്ഞു. ഞാൻ കുറേ ആൾക്കാർ ലൈവായിട്ട് കണ്ടു എന്ന് പറഞ്ഞാൽ ഞാൻ പിടിച്ച് വലിക്കണത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ ശരിയായിരിക്കും. നമ്മൾ കുറേ ആൾക്കാർ ഇങ്ങനെ പറയും, അത് ശരിക്കും നമ്മൾ ചെയ്തായിരിക്കും വിശ്വസിച്ചു, നമ്മൾ ചെയ്തായിട്ട് വിചാരിക്കും. നമ്മൾ മനസ്സ് പറഞ്ഞ് ഞാൻ സോറി പറയാം, ശരണ്യെ സോറി എന്നൊക്കെയാണ്. ആ എപ്പിസോഡിന് ലാലേട്ടൻ വന്നിട്ട് പറയാം, നിങ്ങൾ ആരാ അത് ജിൻഡോ മുടിയെ പിടിച്ച് വലിക്കുന്നത് കണ്ടേ എന്ന് ചോദിച്ചപ്പോൾ അതെനിക്ക് ഓർമ്മ കിട്ടില്ല സത്യം പറഞ്ഞാൽ. വ്യക്തമായിട്ടൊരു ആരെങ്കിലും സീതുവാണോ പറഞ്ഞത് അങ്ങനെ കണ്ടു എന്ന് പറഞ്ഞത്? പിള്ളേർ വിടത്തില്ല. ആ സീതു ശരണ്യയുടെ ബെസ്റ്റ് ഫ്രണ്ടാണല്ലേ. അപ്പോൾ അങ്ങനെ സീതു ആരോ പറഞ്ഞു, എനിക്കത് ഓർമ്മയില്ല. അപ്പോൾ പക്ഷെ വേറെ പല ആൾക്കാരും കൂടെ പറഞ്ഞു. പക്ഷെ വേറെ ലാലേട്ടൻ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അവർക്ക് കൺഫ്യൂഷനായി, ഇത് ഉള്ളതാണോ സത്യമാണോ. അപ്പോൾ സീതു എൻ്റെ ഒന്ന് പറഞ്ഞു ഉള്ളതെന്ന് പറഞ്ഞു. അപ്പോഴാ വീഡിയോ പ്ലേ ചെയ്തപ്പോൾ ഞാൻ വലിച്ചിട്ടില്ല. അപ്പോഴും ഞാൻ അവളോട് പറഞ്ഞ സോറി, അല്ലെങ്കിൽ അവരോട് പറഞ്ഞ സോറി ഞാൻ തിരിച്ചെടുക്കാൻ പോയില്ല. എനിക്ക് ക്യാമറ കിട്ടാതിരുന്നോ? ക്യാമറയ്ക്കും തെറ്റ് പറ്റല്ലോ, ആ സമയത്ത് ക്യാമറ അങ്ങ് കണ്ണടച്ചിട്ടുണ്ടെങ്കിലോ. പക്ഷേ ശരണ്യ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ശരണ്യ എന്നോട് പറഞ്ഞു, ജിൻഡോ ചേട്ടാ സോറി, ജിൻഡോ ചേട്ടൻ അത് വലിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഉണ്ടായില്ലപ്പേ. പേരെന്തുവാ? സനു. അങ്കമാലിയുടെ വീട്. അപ്പോൾ അങ്കമാലിക്കാരൻ കപ്പടിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ആദ്യം ചേട്ടനോട് രണ്ടൊരു പാട്ടുമായിട്ട് ചോദ്യത്തിലേക്ക് വരാം. എല്ലാ പുകഴും ഒരുവനൊക്കെ നീ നദി പോലെ ഓടിക്കൊണ്ടിര്, എന്ത വേർവെക്കും വെற்றிകൾ വേൽവെക്കുമേ ഉന്നെ ഉള്ളത്തിലൂർ വെക്കുമേ. എല്ലാ പുകഴും ഒരുവനൊക്കെ നീ നദി പോലെ ഓടിക്കൊണ്ടിര്, എന്ത വേർവെക്കും വെற்றிകൾ വേർവെക്കുമേ ഉന്നെ ഉള്ളത്തിലൂർ വെക്കുമേ. ഓ തോടാ ഉന്നാൽ വാടാ ഉന്നാൽ മുടിയും തലപതി നീതാ വെற்றி നമുക്കേ അൻപൻ തലവാ ബിഗ് ബോസ് വിന്നർ നീതാനേ. അപ്പോൾ എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ മൊബൈൽ ഫോൺ കൊണ്ട് ഒരു നിമിഷം പോലും നമുക്ക് വിട്ടു നിൽക്കാൻ പറ്റൊരു സംഭവമാണ്. അപ്പോൾ ഈ ഒന്നാം ദിവസം മുതൽ ഈ ഗ്രാൻഡ് ഫിനാലെ വരെ ചേട്ടന് പുറം ലോകമായിട്ട് യാതൊരു ബന്ധവുമില്ല, മാതാപിതാക്കളായിട്ടോ സുഹൃത്തുക്കളായിട്ടോ അതല്ലെങ്കിൽ പുറത്ത് നടക്കുന്ന വാർത്തകൾ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും അറിയാണ്ട് ചേട്ടൻ എങ്ങനെ ആ 100 ദിവസം മനസ്സിനെ പ്രാപ്തമാക്കി കൊണ്ടുവരാൻ സാധിച്ചു ചേട്ടൻ? നല്ലൊരു ചോദ്യമാണ് ചേട്ടൻ ചോദിച്ചത്. കാരണം നിങ്ങൾ ഒരു കുറച്ച് സമയം നിങ്ങളുടെ ഡാറ്റ ഒന്ന് തീർന്നാൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങൾ ചിന്തിച്ചേക്ക് വെറുതെ ഒന്ന്. നല്ല ചോദ്യമാണ്, അദ്ദേഹം നല്ല കലാകാരനാക്കി മനസ്സിലായി. ആ ചോദ്യം നല്ല ചോദ്യം, നല്ലൊരു കാര്യം കൊടുക്കണം കേട്ടോ. എൻ്റെ പേര് ജിതിൻസ്കറിയാന്നാണ്, ഞാൻ മൂവാറ്റുപുഴയിൽ നിന്ന് വരുന്നു. എനിക്ക് ജിൻഡോ ചേട്ടനോട് ചോദിക്കാനുള്ളത്, ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ഒരു അഭിമാനമാണ്. അപ്പം ഇപ്പം ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ എല്ലാവരും ജിൻഡോ ചേട്ടനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കിപ്പോഴും പേടിയാണ്. കാരണം ഒരു സമയം കഴിഞ്ഞപ്പം ഇപ്പം നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ബിഗ് ബോസ് പുറത്തേട്ട് വിടുവാണ്. ശരിക്കും പറഞ്ഞാൽ എല്ലാ സീസണും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ അകത്ത് ഡോക്ടർ റോബിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, രജിത് കുമാറിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ജിൻഡോ ചേട്ടനെ ഭയങ്കര ഇഷ്ടമായിട്ട് ആ ഒരു ആരാധനയോടുകൂടി ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു.
അപ്പോൾ പേടി കൂടി നമുക്ക്. ശരിക്കും പറഞ്ഞാൽ പേടി എന്ന് പറയുമ്പോൾ ബിഗ് ബോസിന് ഔട്ടാക്കും. ആ സമയത്താണ് ചീത്ത വിളിച്ചു എന്നൊക്കെ പറഞ്ഞ് ഗബ്രിയും ജിൻഡോ ചേട്ടനും കൂടെ കൂടിയിട്ട് മാറ്റി നിർത്തിയത്. അപ്പം അതിനേക്കാളും കൂടുതൽ ജാസ്മിൻ അനാവശ്യമായിട്ട് വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ജിൻഡോ ചേട്ടനും ഗബ്രീനും പുറത്ത് മാറ്റി നിർത്തിയിട്ട് ലാലേട്ടൻ കുറേ പറയുകയുണ്ടായി. എന്നിട്ട് ഉള്ളിലുള്ള ആൾക്കാരോട് ചോദിക്കുകയുണ്ടായി, നിങ്ങളെ അകത്തോട്ട് കയറണോ എന്നുള്ള രീതിയിൽ. എന്നിട്ട് തിരിച്ച് നിങ്ങൾ വന്നതിന് ശേഷം ഇപ്പം ജിൻഡോ ചേട്ടൻ കുറേ സോറിയൊക്കെ പറഞ്ഞു. പക്ഷെ പിന്നീട് എന്തായിരുന്നു മനസ്സിൽ, ഇപ്പം ഇവിടെ നിന്ന് എന്നെ പുറത്താക്കാനായിട്ട് ബിഗ് ബോസ് അല്ലെങ്കിൽ മീൻസ് ആ ഒരു ഇനി ചീത്ത പറഞ്ഞാൽ ഞാൻ പുറത്ത് പോവോ, അത് പേടിയായിരുന്നോ എന്തുവായിരുന്നു, പിന്നീട് കുറച്ചുകൂടി ഡൗൺ ആയി പോയോ എന്ന് ഒരു ഡൗട്ടുണ്ട്. അത് നേരിട്ടൊന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ചോദിച്ചത്. നല്ല ചോദ്യമാണ് സുഹൃത്തെ. ആദ്യം നമ്മുടെ ഡോക്ടർ റോഗിനെ കുറിച്ച് പറഞ്ഞു, നമ്മുടെ രജിത് കുമാർ സാറിനെ കുറിച്ച് പറഞ്ഞു. ഇവർ രണ്ടുപേരും അവിടെ നിന്ന് പുറത്തു പോകാനുള്ള റീസൺ എന്താണെങ്കിലും വന്നിച്ചു നോക്കിയോ. റോബിൻ ശരിക്കും ആ സീസണിലൂടെ നിന്നെങ്കിൽ വിന്നറായനെ ഇല്ലേ? അതെ, ശരിക്കും വിന്നർ ആവേണ്ടതാണ്. രജിത് കുമാർ സാറും വിന്നർ ആവേണ്ട ആളാണ്. നമുക്ക് രണ്ട് വ്യക്തികളെ നിങ്ങൾക്കറിയാം. പിന്നെ അതേ സിറ്റുവേഷനിൽ ഞാൻ നിന്നിട്ട് ഞാനും വിന്നർ ആവേണ്ട ആൾ അവിടുന്ന് എങ്ങനെ പുറത്തു പോയാൽ അവർ പെരുമാറിയ പോലെ എൻ്റെ കൺട്രോൾ തെറ്റി ഞാൻ എന്തെങ്കിലും ചെയ്താൽ ഞാൻ പുറത്ത് പോയേനെ. ആ കൺട്രോൾ തെറ്റാതിരിക്കാനുള്ളതാണ്. തെറ്റിക്കാൻ അവിടെയുള്ള ആളുകൾ ഇഷ്ടം പോലെ ആൾക്കാർ. കാരണം നിങ്ങളോട് ഇപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ പറയുക, ഒരു നിമിഷം ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചാൽ ചിലപ്പോൾ നമ്മൾ അടിക്കില്ല. ആ ഒരു സഡൻ സാധനമാണ് നമ്മൾ ചിലപ്പോൾ ഒരാളടിക്കുക അല്ലേ. നിങ്ങൾക്കും ആ ഒരു ചിന്ത ഉണ്ടാവട്ടെ എന്ന് ഞാൻ നിങ്ങളോട് പ്രാർത്ഥിക്കണം. എനിക്ക് അവിടെ നിന്ന് കിട്ടിയ ഒരു ബോധമാണത്. ഇപ്പോൾ റോക്കി തന്നെ അടിച്ചു. അവിടെ റോക്കി നല്ല ഗെയിമറായിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ. സത്യസന്ധമുള്ള കാര്യം, നല്ല ഗെയിമറായിരുന്നു. ഞാൻ തന്നെ അവിടെ ഒരു മനസ്സിൽ ഓപ്പോസിറ്റ് ഗെയിമർമാരെ അവിടെ കയറിയപ്പോൾ എൻ്റെ മനസ്സിൽ സെറ്റ് ചെയ്തതിൽ ഒരാളാണ് റോക്കി. റോക്കി അടിച്ചപ്പോൾ ആർക്ക് പോയി? റോക്കിക്ക് പോയി. യെസ്. അപ്പോൾ അത് ഒരു നിമിഷം ചിന്തിച്ചാൽ ചിലപ്പോൾ അത് ചെയ്യില്ല. അത് ചെയ്യാതെ ഞാൻ അവിടെ നിന്നുകൊണ്ടാണ് മാത്രമാണ് സുഹൃത്തെ ഞാൻ ഇന്ന് ഈ കപ്പ് കൊടുത്ത് മേടിച്ചത്. അപ്പോൾ ക്ഷമയാണ് ഏറ്റവും വലിയ ബലം അല്ലേ? അത് തന്നെ, ക്ഷമ എന്ന് പറഞ്ഞ സാധനം വലിയൊരു ആയുധം. അത് ഞാൻ ബിഗ് ബോസിലൂടെ പഠിച്ചു. അത് ബിഗ് ബോസിലൂടെ അവരെന്നെ പഠിപ്പിച്ചു. അതാണ് ബിഗ് ബോസ്. പക്ഷെ കുറേ ആളുകൾ പുറത്ത് വന്നിട്ട് പറയുന്നുണ്ട് സ്ക്രിപ്റ്റഡ് ആണെന്നൊക്കെ. വിന്നറായ ജിൻഡോയ്ക്ക് എന്തോ അതിനെപ്പറ്റി പറയാനുള്ളത്? ഞാൻ ബിഗ് ബോസിലേക്ക് പോകാൻ വേണ്ടി 1 വർഷമായി ഞാൻ പരിശ്രമിക്കണം. അപ്പോൾ പല കാര്യങ്ങളും ഞാൻ പഠിക്കും. അപ്പോൾ എന്നോട് പല ആൾക്കാരും ചോദിച്ച കാര്യങ്ങളാണ്. അവിടെ പല ഡയറക്ടർമാർ വരും, ക്യാമറമാർ ലൈറ്റൊക്കെ കൊണ്ടു വയ്ക്കും, ആക്ഷൻ നമ്മളത് അഭിനയിക്കാം, കട്ട് മാറിയിക്കാം, അങ്ങനെ പറഞ്ഞ ആൾക്കാരുണ്ട്. പക്ഷെ ബിഗ് ബോസിൽ പോയ ആൾക്കാർ ഇതുവരെ പറഞ്ഞല്ലോ കേട്ടോ. ബിഗ് ബോസിൽ പോയ ആൾക്കാർ പറയണേ മാഷേ പോവരുത്, ഉള്ള പേരും കൂടി പോയാൽ പിന്നെ തിരിച്ചു കിട്ടില്ല. അപ്പം സത്യം പറഞ്ഞാൽ ഇദ്ദേഹത്തിനെ ഞാൻ ജിമ്മിലേക്ക് ക്ഷണിക്കുമ്പോൾ എൻ്റെ മനസ്സിലൊരു കാര്യം ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് ചിലപ്പോൾ അറിയായിരിക്കും അവിടെ ഷൂട്ടിങ് നടക്കണ്ടോ, കാരണം ഇദ്ദേഹം ഒരുപാട് ആൾക്കാരൊക്കെ ഷൂട്ടൊക്കെ ചെയ്ത് പരിചയമുള്ളതുകൊണ്ട് സത്യം ഞാൻ അത് വണ്ണം കുറയ്ക്കാനല്ലായിരുന്നു അല്ല, സത്യം വണ്ണം കുറയ്ക്കാനല്ലായിരുന്നു. കാരണം പറഞ്ഞാൽ ഇദ്ദേഹത്തെ വിളിച്ച് ആ സമയത്ത് ചോദിച്ചാൽ അദ്ദേഹം എന്തായിരിക്കും പറയണമെന്ന് അറിയില്ല. നീയായിട്ടൊരു കൂട്ടം കൂടിയിട്ട് നൈസായിട്ട് ചോദിക്കാന്ന് ശരിയായിരുന്നു. താങ്ക് യു. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നു, ജിൻഡോ ഇവിടെ ഇരിക്കുന്നു. ഇനിയും ജിൻഡോയ്ക്ക് ഒരു മൊമെന്റോ കൊടുക്കുന്നുണ്ട്. ഒരേ ഒരു രാജാവ് അഖിൽ മാരാജ് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോറോട് ഇപ്പൊ ബിഗ് ബോസ് ചോദിക്കേണ്ടി വരും, നോറ ഈ ആഴ്ചയിൽ എന്താ നടന്നതെന്ന്. കാരണം നോറ പറയും ഈ ആഴ്ചയിൽ നീ അത് ചെയ്തു, ഇത് ചെയ്തു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു. കാരണം എത്രയോ ജനങ്ങളിവിടെ ഉണ്ട്, ഇവിടെ കാല് വളഞ്ഞിരിക്കുകയായിരിക്കും, കൈ വളഞ്ഞിരിക്കുകയായിരിക്കും. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു ചാൻസ് കൊടുത്ത് അവർക്ക് ഇല്ലാത്ത പവർ വേറെ പവറായിരിക്കും, അവർക്ക് ഇല്ലാത്ത എനർജി വേറെ എനർജി ആയിരിക്കും. ചിലപ്പോൾ അങ്ങനത്തെ ഒരു ചാൻസ് അവിടെ ഉണ്ടാവില്ല. അതായിരിക്കും ഞാനത് സംസാരിച്ച് പുറത്തു വിടാന്ന്. ജിൻഡോ ബിഗ് ബോസിൽ പോകുന്ന സമയത്ത് എയർപോർട്ടിൽ എനിക്കൊന്ന് 3 പേരെ ഉള്ളായിരുന്നു അല്ലേ കൊണ്ടുവിടാൻ. ഇന്ന് എത്ര ആയിരുന്നു? പക്ഷെ ഇത് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഒരു കാര്യം കൂടെ ഞങ്ങളുടെ പറഞ്ഞിരുന്നു, ഇന്ന് ഏഷ്യാനെറ്റിൻ്റെ ചാനലിൽ ഒരു പ്രോഗ്രാം പോലും ഞങ്ങളുടെ ദേശക്കാർ കാണത്തില്ലായിരുന്നെന്ന് ഞങ്ങൾ വിധി എഴുതി വെച്ചിരിക്കുകയാണ്. സിബിൻ ഇറങ്ങിയ ടൈമിൽ ഞങ്ങളൊരു കോൺട്രവേഴ്സി കേട്ടിരുന്നു, മാഷിന് എന്തോ പ്രിസ്ക്രൈബ്ഡ് അല്ലാത്ത മെഡിസിൻ തരുന്നുണ്ടെന്ന് പറഞ്ഞു.